എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. ഞാനോ? ആ എന്താ മാമി? ഉണ്ട് ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിന്നണ്ട. തിന്നുമല്ല, ഞാൻ ഒന്നും മിണ്ടില്ലല്ലോ അതിന്. നിനക്ക് ആവശ്യമില്ലാത്ത പോലെ നീ തിന്നുന്നത്. എടി എനിക്കിഷ്ടം. ബാക്കി വെച്ചാൽ നാളെ കഴിക്കാം. അല്ല അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ കഴിച്ചാൽ മതി. അപ്പൊ നല്ലോണം വിശക്കും. നല്ലോണം വിശന്ന് കഴിയുമ്പോ കഴിക്കുമ്പോ നല്ലോണം കഴിക്കാൻ പറ്റും. എനിക്കിപ്പോ വിശക്കുന്നുണ്ട്. നിനക്കിപ്പോ വിശക്കണില്ലാന്ന് എനിക്കറിയാം. നിന്റെ മുഖം കണ്ടാലറിയാം. നിന്നെ പ്രസവിച്ചത് ഞാനല്ലേ. പുറത്തു പോയി കളിക്കിച്ചെല്ലിപ്പോ. ഇവന്റെ കൂടെ കളിക്കാനോ? അവനെന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്ക. ചെല്ലടാ എഴുന്നേക്ക്. മുത്തി ഒന്ന് പുറത്തോട്ട് പോന്നേ. എന്തിനാ? എടി ഒന്ന് പോടി. ഞങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ മക്കളത്തെ പുറത്തിടല്ലേ എന്താ പറയാണ്ടെന്ന് പറഞ്ഞു. ഓ നമ്മളെ മുമ്പ് വെച്ചൊരു സീരിയസ് കാര്യങ്ങളും പറയാ. ചായ വേണ്ടേ? ഓ വേണ്ട, അമ്മ കുടിച്ചോ. ചെല്ല്. ഇച്ചിരി കഴിയുമ്പോ വന്നോട്ടെ, അമ്മ വിളിക്കാവേ. വരുന്നില്ല. ഏട്ടൻ എവിടെ ഇരി? നമ്മൾ എത്ര പിള്ളേർ ഇവിടെ ജീവിച്ച് വളർന്നു. ഇതുവരെ നാട്ടുകാരെ കൊണ്ട് എന്ന് നമ്മൾ ആരും പറയിപ്പിച്ചിട്ടില്ല. പിന്നെ ആഘോരം വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ഒളിച്ചോടി അതിപ്പോ അന്തസ്സായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഉണ്ടല്ലോ, ഇതിപ്പോ നാട്ടുകേസാവും. അത് അവിടെ ആരും അറിയണ്ടെന്ന് വെച്ചിട്ട് ഏട്ടനെ ഇങ്ങോട്ട് ഇവിടെ നോക്കി. ഏട്ടാ, തമ്പിച്ചേട്ടൻ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഏട്ടൻ മനസ്സിൽ വെച്ചാ മതി. നീ ആത്മസംയമനത്തോടുകൂടി കേൾക്കണം. പൊട്ടിത്തെറിക്കരുത്. പറ. നമ്മുടെ സൂഫി ഇല്ലേ, മമ്മൂട്ടിയുടെ ആ സൂഫിയും റൊണാൾഡോ അച്ചാച്ചനും കൂടിയേ ചെറിയൊരു ഇഷ്ടത്തിലാണ്. ഇത് ഞങ്ങളാണോ പറഞ്ഞത്? ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് തമ്പിച്ചേട്ടൻ പറഞ്ഞു. പിന്നെ വെറുതെ പറയൂ. തമ്പി പറഞ്ഞ ഉടനെ ഞങ്ങൾ വിശ്വസിക്കുമോ? ആ സൂഫിയൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരാ, അന്തസ്സായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്ന പിള്ളേർ. അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തരുത്. തീയില്ലാതെ പുക ഉണ്ടാവോ? 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 തമ്പിയെണ്ണം പറഞ്ഞത് നുണയാന്നാണോ? തമ്പിച്ചേട്ടൻ എന്തെങ്കിലും തോന്നാതെ പറയോ? പറയോ 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 ഇനി തമ്പി എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് ആവശ്യ കഥകൾ ഉണ്ടാക്കുന്ന ആളാണ് അയാൾ. അയാളുടെ ജോലി അതാണ്. നമ്മൾ അത്ര അടുത്ത് താമസിക്കുന്നവരല്ലേ, വെറുതെ എങ്ങനെ പറഞ്ഞുണ്ടാക്കും? അങ്ങനെ സംഭവിക്കൂല. നിനക്ക് എന്താ ഉറപ്പ്? നമ്മൾ ഓരോ ദിവസം അങ്ങനെ അല്ലടി. അതിന് ഓരോ കാരണം നമുക്ക് പല പല അനുഭവങ്ങളല്ലേ നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. നമ്മളെ ആ കൊച്ചൊക്കെ മര്യാദക്ക് ജീവിക്കുന്നത് കൊച്ചാ. കാണുന്നത് എന്ത് കണ്ടത്? നീ കണ്ടോ? നീ കണ്ടോ? നിങ്ങൾ കണ്ടോ? കണ്ടോ? കണ്ടില്ല, പക്ഷെ കണ്ട പോലെയാ. അതെങ്ങനെയാവും? അങ്ങനെയാ. അയാൾ നാടകക്കാരനായ നാടകം അഭിനയിക്കുമ്പോൾ പുറകോട്ട് ചിന്തിക്കുമ്പോ പലതും ഉണ്ട്. വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മളിപ്പോ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ബാക്കിലേക്ക് ചിന്തിക്കും. അയ്യോ അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ചിന്തിക്കുമ്പോ ഉണ്ട്. എന്തുകൊണ്ട് ഇവൻ കൊടങ്ങാവിളിക്ക് പോണില്ല? എന്തുകൊണ്ട് കൊടങ്ങാവിളിക്ക് പോണില്ല? റോസ് ചേച്ചി എന്റെ മുമ്പിൽ തന്നെ എത്ര പ്രാവശ്യം വിളിച്ചേക്കുന്നു. ഒന്ന് കാണാൻ കൊതിയായി പോതില്ല. മുമ്പ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും താമസിക്കുമ്പോൾ നമുക്ക് പോയിട്ടേ ഇല്ല. ഉണ്ട് ചേട്ടാ.